ഈ കറി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് മീൻ ഉടയാത്ത രീതിയിലൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളെ കറി അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കതിൽ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ, പച്ച കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മളെ വങ്കടക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കതിലോട്ട് കടുക് അടച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി ഇതിന് ശകലം വെളിച്ചെണ്ണ വീത്തി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വീത്തി കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടായി നമ്മൾ ശകലം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിൽ ചെറുതായിട്ട് അരിഞ്ഞ കൊച്ചുള്ളി, പിന്നെ ഒരു 2 വെളുത്തുള്ളി പീസ്, പിന്നെ ശകലം ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വറ്റൽമുളക് ഒരു 3 എണ്ണം കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻകറിയിലോട്ട് നമ്മൾ കടുക് താളിച്ച് വെച്ചിരിക്കുന്നത് മീൻകറിയിലോട്ട് വീത്തി കൊടുക്കാം. നമ്മുടെ നാടൻ രീതിയിലുള്ള വങ്കട കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർ വരെ എല്ലാവർക്കും ബായ്.